നോർമലി സംസാരിക്കുമ്പോൾ തന്നെ ശിവപ്രസാദ് എത്രയോ നന്നായിട്ട് ഈ മലയാളം സിനിമ ഡയലോഗുകൾ കലർത്തിയിട്ടാ. ഇപ്പൊ ഞാൻ വരുമ്പോ തന്നെ വീണ്ടും കെടുത്തൊക്കെ വന്നൊക്കെയാണ് രണ്ടാമത്തോട്ടാണല്ലോ കാണുന്നത്. അപ്പൊ ഈ മലയാളം സിനിമകളിൽ ഈ തമാശ സിനിമകൾ കണ്ടിട്ടുള്ള ആ ഒരു അടുപ്പം ഉണ്ടല്ലോ, അത് ഇതിന്റെ എഴുത്തിലും സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്നതിലും ചേച്ചിയുടെ ക്യാരക്ടറൈസേഷനിലൊക്കെ, അതായത് നമ്മൾ കണ്ടിഷ്ടപ്പെട്ടിട്ടുള്ള ഒരു 90s 80s വൈബിലുള്ള തമാശകളുണ്ടല്ലോ, അത് ജഗദമ്മയിൽ കിട്ടുമോ? അത് അഡോപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല. കാരണം ജഗദമ്മയുടെ ക്യാരക്ടർ തന്നെ ഒറ്റയ്ക്ക് കല്യാണമൊന്നും കഴിക്കാതെ അങ്ങനെ, കാരണം ഈ പറഞ്ഞതുപോലെ ചില നയതന്ത്രങ്ങൾ വെച്ച് ജീവിച്ചു പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഒരു ഇന്നസെന്റ് ഹ്യൂമർ എന്ന് പറയുന്നതൊക്കെ വളരെ കുറച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവർക്ക് വിവരമില്ലാത്ത ചില ഏരിയകളിൽ മാത്രമേ നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റൂ. അപ്പൊ ഒരു ഷൂട്ടിങ്ങിന്റെ ഒരു അന്തരീക്ഷം വരുമ്പോൾ ഇവർക്ക് വിവരമില്ലാത്തതാ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഇവരുടെ കമന്റും ചില മേക്കപ്പും അതൊക്കെ ഓക്കെയാണ്. പൊതുവെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവർ തൊഴിലുറപ്പിന്റെ കൂട്ടത്തിൽ പോയിട്ട് പലിശക്ക് കൊടുക്കും, ചിട്ടിപിടുത്തം ഒക്കെ ഉള്ള സെറ്റപ്പാണ്. ഇപ്പൊ ഇൻസ്റ്റ എടുത്ത് നോക്കുമ്പോഴും കുറച്ച് ആഴ്ചകൾക്ക് മുമ്പുള്ള ഒരു ട്രെൻഡായിരുന്നു ഈ പട്ടിക്കുട്ടിയെ പൂച്ചക്കുട്ടിയൊക്കെ എടുത്തിട്ട് എന്റെ കയ്യിൽ കിട്ടിയ ദിവസം അവളുടെ പിറന്നാളായി, ഞാൻ അച്ചു എന്ന് വിളിച്ചു, ഞാൻ അവളുടെ അമ്മയെന്ന് പറഞ്ഞിട്ട് അച്ചുവിന്റെ അമ്മ റീല് ഭയങ്കരമായിട്ട് ഓടുകയാണ്. ഇപ്പൊ നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ടല്ലോ ചേച്ചിടുമാരാന്നുള്ളത്. ചേച്ചി എല്ലാ കാലത്തും ഇത് എങ്ങനെയെങ്കിലും ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 45 വർഷത്തിലായിട്ടും ടൈറ്റിൽ റോളിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ചേച്ചിയുടെ തന്നെ കണ്ടംപററി ആയിട്ടുള്ള രേവതി ചേച്ചിയോട് ഞാൻ സംസാരിക്കായിരുന്നു. അസ്സി എന്ന് പറഞ്ഞൊരു ഹിന്ദി പടം പ്രൊമോട്ട് ചെയ്യാൻ വന്നപ്പോൾ രേവതി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞാണ്, ഒന്നും കിട്ടുന്നില്ല, എനിക്ക് വേണ്ടി ആരും ഒന്നും എഴുതുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഡയറക്ഷനിലേക്ക് പോകുന്നത്, ഭയങ്കര റിപ്പിറ്റേറ്റീവ് ആയിട്ട് തോന്നുന്നു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ചേച്ചി എങ്ങനെ ഇതിലേക്ക് മാറുന്നു, അല്ലെ ചേച്ചി എങ്ങനെ എല്ലാ കാലത്തും വാലിഡ് ആവാനിരിക്കുന്നത്? അത് നമ്മള് ഒരു നല്ല സമയം ഹീറോയിനായിട്ട് പടം ചെയ്യുന്ന സമയത്ത് നല്ല മുഖമുള്ള ക്യാരക്ടർ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നവരെ, വാശി പിടിക്കാന്ന് പറഞ്ഞാൽ അതൊരു ട്രെൻഡായിരുന്നു. അങ്ങനെ ആയിരുന്നു പൊതുവേ ഉള്ള ഒരു രീതി. എനിക്കങ്ങനെ ഉണ്ടായിരുന്നില്ല. വലിയ റോളാണോ, ഞാൻ സെൻട്രൽ നായികയാണോ, ഞാൻ വില്ലിയാണോ, ഞാൻ ഇതിലെന്താണ്, എനിക്കാണോ പ്രാധാന്യം, ഇതൊന്നും ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. എൻ്റെ വീട് അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ളതല്ല. ഞങ്ങൾക്കിത് പ്രൊഫഷനാണ്. അപ്പോൾ കിട്ടുന്ന വേഷം നന്നാക്കുക എന്നുള്ള ഒരൊറ്റ നയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ഇമേജിനകത്ത് കുടുങ്ങി പോവില്ല. കോമഡി ചെയ്യുന്നത് നാണക്കേടാണെന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഞാൻ കോമഡി എൻ്റെ ക്യാരക്ടർ ഉൾപ്പെടുത്തി വന്നത്. അതിനെ ഒരു ഡയറക്ടേഴ്സും റെസ്ട്രിക്ട് ചെയ്തില്ല. ഒരു നായകന്റെ നായിക ഒരിക്കലും കോമഡി പറയുന്ന ആളാവരുത് എന്നുള്ളത് നായകനും നിർബന്ധമല്ലേ. എൻ്റെ ഭാര്യ, എൻ്റെ കാമുകി ഒരിക്കലും ഒരു സദസ്സിനെ ചിരിപ്പിക്കുന്ന ഒരാളാവുന്നത് ഒരു പുരുഷനും ഇഷ്ടമല്ല. അതൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, ഋഷി കോമഡി പടം വരുമ്പം കോമ്പിനേഷൻ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അമ്പിയ ചേച്ചി പോലെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാട്ടോ ഈ പറയുന്നത്. അപ്പൊ ഞാൻ അന്തം വിടും. ചേച്ചി പറയുന്ന ഇതാണ്, ഒരു ക്യാരക്ടർ കിട്ടുന്നില്ല, ഒരു നല്ലോണം ഹ്യൂമർ പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടർ കിട്ടിയെങ്കിൽ ചെയ്തേനെ എന്ന് പറയുന്നുണ്ട്. എന്താണോ അവരെ വിളിക്കാത്ത, എന്താ നമ്മളെങ്ങനെ ചോദിക്കുന്നേ? ചേച്ചി ഇപ്പൊ ഒരു പടം കഴിഞ്ഞാൽ കഴിഞ്ഞു, അപ്പൊ അതിന്റെ പ്രിവ്യൂവിന് പോവുക, അതിന്റെ ആഫ്റ്റർ പാർട്ടിക്ക് പോവുക, അതിന്റെ ബാക്കിയുള്ള വലിയ പ്രൊമോഷൻ, അവിടെ ഒന്നും നമുക്ക് വിഷയം കാണാൻ പറ്റില്ല. അവാർഡ് മേടിക്കാൻ തന്നെ ആളുകൾ കാല് പിടിച്ച് പോയി വാങ്ങിക്കും. പക്ഷെ ഇവര് വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്കിൽ സെറ്റ് അല്ലെങ്കിൽ ആളുകളായിട്ടുള്ള ബന്ധം ഇതെങ്ങനെ ഇപ്പൊ നിലനിർത്തും? അറിയത്തില്ല വിഷ്ണു, നിങ്ങളൊക്കെ എന്നെ അന്വേഷിച്ചോ സ്നേഹമായിട്ട് വരുന്നോണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ അതിനകത്ത് എല്ലാവരും ചീത്ത പറയും. എന്നോട് RJ ബാലാജി പലപ്പോഴും പറയും, നിങ്ങൾ ഇങ്ങനെയും അവാർഡ് പിന്നെ സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോ എന്തിനോ ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്നത്, നിങ്ങളിപ്പം ലൈൻ ലൈറ്റിൽ നിൽക്കുന്ന ഒരാളല്ലേ, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട് വിളിക്കുമ്പോൾ എന്തിനാണെന്ന് ചോദിക്കും. പക്ഷെ എനിക്കെന്തോ പണ്ട് മുതലേ ആ ശീലമില്ല വിഷ്ണു. ഞാൻ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സമാധാനത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കംഫർട്ട് സോണിന്റെ ആളാ. അതാണ് എനിക്കിഷ്ടമുള്ള കുറച്ച് പേരായിട്ട് വർത്തനൊക്കെ പറഞ്ഞിരിക്കാൻ ഇഷ്ടമാണ്. ഈ ബഹളങ്ങളിൽ കുറെ നേരം നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. എനിക്ക് അത് ഞാൻ ആഗ്രഹിച്ചങ്ങനെ ഒരു ബഹളം, ഒരു പാഷൻ അങ്ങനെ വന്നതല്ലല്ലോ. ഇതെന്റെ പ്രൊഫഷനായിട്ട് എൻ്റെ ജീവിതമായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു പ്രൈവസിയിലേക്ക് പോകണം. ഞാൻ ഈ അടുത്താണ് മനസ്സിലാക്കിയത്, മാം ഇപ്പോഴും വായിക്കുന്നുണ്ട്. അതെ അതെ അതെ. ഞാൻ ഒരു തമിഴ് പുസ്തകത്തെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടു, കൃഷി ചെയ്യുന്ന കപ്പിൾ. അതെ 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 അതെ. എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു ആ കഥ. ഒരു പുതിയ ചെറുപ്പക്കാരെ എഴുതിയതാ. ഞാൻ അയാളിങ്ങനെ തപ്പി കിടക്കാം ഒരു നല്ല വാക്ക് പറയാനായിട്ട്. കോരയെന്നാണ് ആ കഥയുടെ പേര്. അപ്പൊ ഇത് വായിക്കുന്നത് ഇതൊരു സിനിമ പ്രൊജക്ട് ആക്കാനാണോ അതോ സ്വന്തം ഒരു സന്തോഷത്തിനാണോ പദസമ്പത്തിനാണോ? എന്റെ വളരെ സ്വകാര്യമായ ഒരു സുഖമാണ്, ഒരാനന്ദം, അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ചിലതിന്റെ ടൈറ്റിലൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. എഴുത്തുകാരുടെ പേര് ഓർമ്മ ഉണ്ടാവില്ല. എവിടെയെങ്കിലും ആ കഥ പറയുമ്പോൾ യൂ ഞാൻ വായിച്ചാണല്ലോ എന്ന് പറയും. അല്ലാതെ ഇത് ഓർത്ത് വെച്ച് ഇന്ന കഥകൾ വെച്ചു അതൊന്നും അറിയില്ല. ഇപ്പൊ ഒരാളെനിക്ക് ഒരു പുസ്തകം സമ്മാനമായിട്ട് തന്നതാണ് ആത്രേയകം, R രാജശ്രീ. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കല്യാണിയിൽ നിന്നും ദാക്ഷാടിയിൽ നിന്നും ആ ഇത് വായിച്ചു. ആ സ്ലാങ് ഇഷ്ടപ്പെട്ടു. മലപ്പുറം സ്ലാങ്ങിന്റെ ഒരു മനോഹര
ഒരു കഥ ഉണ്ടല്ലോ, ആ പ്രയോഗം ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സ്ലാങ്ങിൽ ഞാൻ ഉറക്കെ വായിച്ച് പഠിച്ചു. ഞാൻ ഖസാക്ക് വായിച്ച അതിന് വേണ്ടിയാണ്. ചെതലിയുടെ ഭാഷ, അത് തക്കന് ദണ്ണം വന്ന് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പോർഷനൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വായിക്കുന്നതാണ്. എനിക്ക് ഇപ്പോഴും അത് ആ പുസ്തകം തീർത്തിട്ടില്ല ഞാൻ. കാരണം എനിക്ക് തീർക്കാൻ തോന്നുന്നില്ല. കാരണം പാഞ്ചാലി എന്നുള്ള പ്രയോഗം ഇല്ലാതെ കൃഷ്ണ എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിച്ചിട്ട് മഹാഭാരതത്തിൽ മറ്റാർക്കും അറിയാതെ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുകയാണ്. ഉഗ്രൻ റൈറ്റർ കേട്ടോ സ്ത്രീ. എനിക്ക് അവരെ കാണണമെന്നും ഇല്ല ആഗ്രഹം. അതുപോലെ അവര് ട്രാൻസ്ഫോമറിനും ട്രാൻസ്ജെൻഡറിനും ഉപയോഗിച്ചിട്ടുള്ള വാക്കും എത്ര ഗംഭീരം. അയ്യോ, റെസ്പെക്ട് എന്ന് വെച്ചാൽ ഭീകര വാക്കുകളാണ് മലയാളം ചില വാക്കുകൾ എഴുതി വെച്ചേക്കുന്നത്. അതൊക്കെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മള്. ഇതെല്ലാം ഉലൂബിയുടെ ഒക്കെ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോയേക്കുന്നത്. അതൊന്നും ഇവിടെയും അത്രയധികം നല്ല രീതിയിൽ പ്രതിപാദിച്ച് ഞാൻ കണ്ടിട്ടില്ല, എങ്ങും വായിച്ചിട്ടില്ല ഞാൻ. പിന്നെ സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില, അത് വായിച്ചില്ല. അത് വായിക്കണം. ഇപ്പൊ എന്റെ 92 പേര് പറഞ്ഞു. പിന്നെ അലിയാർ സാറാണ് എന്റെ പുസ്തകത്തിന്റെ ഒരു കലവറ എന്ന് പറയുന്നത്, എടുത്തോണ്ട് തരും അലിയാർ സാർ. അപ്പോഴും ഇപ്പോഴും വയസ്സാവാത്ത ഒരു മാർക്കണ്ടേയനാണ്. ഒരിക്കലും വയസ്സാവാതിരിക്കട്ടെ എന്ന് വിചാരിക്കും. കാരണം എവിടെ കണ്ടാലും ഒരു പുസ്തകം കൊണ്ടുവന്നു തരും. പിന്നെ കൃഷ്ണൻകുട്ടി നായർ അറിയത്തില്ലേ, ആ അങ്കിള് ലൈബ്രറിനായിരുന്നു. അപ്പൊ ഉർവശിക്ക് ഞാനൊരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എടുത്താൽ പോകാത്ത കുറച്ച് പുസ്തകം കൊണ്ടുവരും. എന്റെ അച്ഛനായിട്ട് കുറെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതൊക്കെ എന്റെ ഇഷ്ടങ്ങളാണ്. ഈ ജഗദമ്മയുടെ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോഴേ ഒരു കുട്ടിയുണ്ട് അതിനകത്ത്. ഈ എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കുട്ടി എന്റെ ഉള്ളിലുണ്ട്, അതിനെ കെടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനൊരു നല്ലൊരു മാർക്കറ്റിംഗ് വശമുണ്ട്. ഈ കുട്ടിത്തം ഉള്ളിലുള്ള ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എല്ലാ കാലവും നിലനിൽക്കും. ഇപ്പൊ മിസ്റ്റർ ബീൻ, ഈ കുട്ടിത്തം ഉള്ളിലുണ്ടല്ലോ. ചേച്ചിക്ക് ഇത് മനഃപൂർവ്വം അതായത് കുട്ടികളെ ഒബ്സർവ് ചെയ്തിട്ട് എല്ലാ കാലവും ചേച്ചിയുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. കുട്ടികൾ എന്റെ വീക്ക്നെസ് ആണ്. ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് വളർന്നത്. 2 അമ്മമാരായിരുന്നു ചെന്നൈയിൽ ഞങ്ങളുടെ വീട്ടിൽ കൂട്ടുകുടുംബമായിട്ട്. അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും. അവരുടെ ശിക്ഷണമാണ്. മക്കളെ നിന്ന് മാത്രമേ വിളിച്ച് കേട്ടിട്ടുള്ളൂ. എടീന്ന് നീയെന്നും ആരും വിളിച്ചിട്ടില്ല വീട്ടില്. അങ്ങനെയാ വളർന്നത്. സിനിമ വന്നപ്പോഴോ വാത്സല്യം എനിക്ക് കിട്ടി, എനിക്ക് മലയാളത്തിൽ നിന്ന്. അപ്പൊ തമിഴിലൊക്കെ ആദ്യം പോകുമ്പോ അമ്മ എന്ന് വിളിക്കുമ്പോ എനിക്ക് വലിയ അവിടെ എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ഒരു കാര്യത്തിൽ. മറ്റു കാര്യത്തിൽ എനിക്ക് സിനിമ ഒന്നും ഇഷ്ടമില്ലെങ്കിലും വാങ്ങാമ്മ എന്ന് വിളിക്കുമ്പോ നമ്മളെ വലിയൊരാളുടെ ശരി ഓക്കെ ജ്യൂസ് എടുത്തിട്ട് വാങ്ങൂ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊരു വലിയ ആളായി. അപ്പൊ ഇപ്പോഴും എൻ്റെ മോള് ജനിച്ചപ്പോൾ അവരുടെ ലാംഗ്വേജ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ മോൻ ജനിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ മോൻ്റെ അടുത്ത് പറയുമ്പോൾ അമ്മ എന്തോന്നമ്മ കുഞ്ഞു വാവേ പോലെയല്ല, ഞാൻ ഇപ്പോൾ വലിയ ആളായി എന്ന് പറയുക. അപ്പം ഞാൻ പറയും ഞാൻ കുഞ്ഞു വാവേ അങ്ങനെ പറയും. മണ്ടയമ്മ. കാരണം അവൻ ഈ യൂട്യൂബൊക്കെ എടുത്ത് പഠിപ്പിക്കും. ആകെ കുക്കിംഗ് പ്രോഗ്രാം കാണാൻ വേണ്ടി അമ്മ എന്ത് വല്ലതും വെച്ചിരുന്നുണ്ടോ എന്ന് ചോദിക്കും മോളും മോനും. അവൻ യൂട്യൂബിൽ കുറെ സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കും. അവന്റെ ഇഷ്ടമുള്ള ബ്രെഡും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരും. പിന്നെ ഭയങ്കര താല്പര്യമാ. ചേച്ചിക്ക് അമ്മയാവുക, കുറെ കുട്ടികളുടെ അമ്മയാവുക ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളത്. ഞാനിത് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബൂക്കുത്തിയമ്മൻ ഒട്ടിട്ട് റിലീസായപ്പോൾ അതിലൊരു സീക്വൻസ് ഉണ്ടല്ലോ, എനിക്ക് കുട്ടികളെ വേണം എൻ്റെ ചുറ്റും. കാരണം ഒരു കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ മറ്റൊരു കുട്ടി ഉണ്ടാവില്ല, എനിക്ക് ആരെങ്കിലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട് പോയതല്ലോ എന്ന് പറയുന്ന ഒരു വലിയ ഡയലോഗാണ്. ചേച്ചി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഫുൾ എല്ലാവരോടും ഇങ്ങനെ ഇതിന് എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ വളർത്തിയെന്നുള്ള എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക. അത് സീനൊന്നും ഉണ്ടായിരുന്നില്ല, സീനൊന്നും പറഞ്ഞിരുന്നില്ല. ക്യാമറ ഓൺ ചെയ്തിട്ട് ഇതിന്റെ പടം കഥ പഠിച്ച് ചൊല്ലുക മാഡം എന്ന് പറഞ്ഞു.